أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر السلام عليكم ورحمة الله وبركاته. സൂറത്തുൽ ഖദറിലെ 3-4 ആയത്തുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അർത്ഥം ഇപ്രകാരമാണ്: നിർണയ രാവ് എന്തെന്ന് നിനക്കെന്തറിയാം? നിർണയ രാവ് 1000 മാസത്തേക്കാൾ ഉത്തമമാകുന്നു. ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ മുൻപത്തെ ദർസിൽ ഷഹറുൻ എന്ന പദത്തിന് വെളിപ്പെടുക അല്ലെങ്കിൽ പ്രശസ്തി എന്ന അർത്ഥത്തിൽ വരുന്ന വ്യാഖ്യാനങ്ങൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഷഹറുൻ എന്നതുകൊണ്ട് മറ്റൊരർത്ഥം പണ്ഡിതൻ എന്നുകൂടിയാണ്. ആലിം അല്ലെങ്കിൽ പണ്ഡിതൻ. അങ്ങനെയാവുമ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാകും: നിർണയരാവ് 1000 പണ്ഡിതരേക്കാൾ ഉത്തമമാകുന്നു. അതായത് ഈ നിർണയ രാവിൽ, ഈ ലൈലത്തുൽ ഖദറിൻ്റെ ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള അറിവും ദിവ്യജ്ഞാനങ്ങളും 1000 പണ്ഡിതന്മാരുടെ അറിവിനേക്കാൾ എത്രയോ ഉന്നതവും മഹത്വവുമാണ് എന്ന അർത്ഥമാണ് നമുക്ക് ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് അന്ധകാരത്തിൻ്റെ കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. ആ ജഹാലത്തിൻ്റെ കാലഘട്ടത്തിൽ ഇറങ്ങിയ വിശുദ്ധ ഖുർആനിൽ നിന്ന് ലഭിക്കുന്ന അറിവിൻ്റെയും ദിവ്യജ്ഞാനത്തിൻ്റെയും ആ നദിയോട് മത്സരിക്കാൻ ഇന്നത്തെ 1000 പണ്ഡിതന്മാർക്ക് പോലും സാധിക്കുന്നതല്ല. ചില ക്രിസ്ത്യൻ പണ്ഡിതന്മാർ പറയാറുള്ളത് വിശുദ്ധ ഖുർആൻ അതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങളുടെ പകർപ്പാണ്, അതിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ അവർ പറയുന്ന ആ കോപ്പി ആയിട്ടുള്ള വിശുദ്ധ ഖുർആനും നിലവിലുണ്ട്. അതുപോലെ തന്നെ അതിന് മുമ്പ് ഇറങ്ങിയ ഗ്രന്ഥങ്ങളും അവരുടെ കയ്യിലുണ്ട്. ഏതിൽ നിന്നാണോ കോപ്പി അടിച്ചത് എന്ന് പറയുന്ന ആ ഗ്രന്ഥങ്ങളും അവരുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള പുതിയ അറിവുകൾ അതും അവരുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് എന്തുകൊണ്ട് വിശുദ്ധ ഖുർആന് സമാനമായിട്ടുള്ള ഒരു ഗ്രന്ഥം അവർക്കുണ്ടാക്കാൻ സാധിക്കുന്നില്ല? എല്ലാ മതപരമായ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഒരു പരിപൂർണ ഗ്രന്ഥം അവർക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല? അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു തെളിവിൻ്റെയും ആവശ്യമില്ല, ഇസ്ലാം അതോടെ അവസാനിക്കുന്നതാണ്. അതല്ലാതെ വായിട്ടടിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്ത് കാണിക്കേണ്ടതാണ്. ഈ ലൈലത്തുൽ ഖദറിൻ്റെ കാലഘട്ടത്തിൽ അള്ളാഹു ഇറക്കിയ ഈ അറിവിൻ്റെ ഖജനാവ് അത് മുഴു ലോകത്തിലെ പണ്ഡിതന്മാരും ഒരുമിച്ച് കൂടിയാലും അതിന് സമാനമായത് കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. ഇവിടെ 1000 എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1000 പേർക്ക് സാധിക്കുകയില്ല, എന്നാൽ 1500 പേർ കൂടി ചേർന്നാൽ സാധിക്കും എന്ന അർത്ഥത്തിലല്ല. അറബികളിൽ 1000-ന് മേലെ ഒരു സംഖ്യ ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിൽ 1000-ന് മേലെ ഒരു സംഖ്യ ഉള്ളതായിട്ട് അവർക്ക് സങ്കല്പം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ത്യമില്ലാത്ത അല്ലെങ്കിൽ എണ്ണമറ്റ എന്ന അർത്ഥത്തിൽ 1000 എന്ന പദമാണ് അവർ ഉപയോഗിക്കാറ്. 1000 എന്ന അക്കമാണ് അവർ ഉപയോഗിക്കാറുള്ളത്. 1000 എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്ത, എണ്ണമില്ലാത്ത, എണ്ണമറ്റ എന്ന അർത്ഥത്തിലാണ് അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവിടെ 1000 പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ അത് എത്ര തന്നെ എണ്ണമറ്റ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയാലും അത് സാധിക്കുകയില്ല. എത്ര പണ്ഡിതന്മാർ ഒരുമിച്ച് ചേർന്നാലും വിശുദ്ധ ഖുർആന് സമാനമായ ഒരു അറിവ് കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല എന്ന അർത്ഥമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ഷഹറുൻ എന്ന പദം കൊണ്ട് 3-ാമത്തെ അർത്ഥം മാസം എന്നതാണ്. അങ്ങനെയാവുമ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നിർണയ രാവ് 1000 മാസത്തേക്കാൾ ഉത്തമമാകുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രതിരൂപമായ മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ കാലഘട്ടം, അത് മറ്റേത് കാലഘട്ടത്തേക്കാളും ഉത്തമമായ കാലഘട്ടമാണ് എന്ന അർത്ഥമാണ് ഇവിടെ ലഭിക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ 1000 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എണ്ണമറ്റ അല്ലെങ്കിൽ അതിരില്ലാത്ത ഏത് കാലഘട്ടമെടുത്താലും
ഈ ലൈലത്തുൽ ഖദറിൻ്റെ ഈ കാലഘട്ടം എല്ലാത്തിനേക്കാളും ഉത്തമമാണ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ 1000 എന്ന അക്കവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു സംഭവം പറയാറുള്ളത് അറബികളിൽ അത് പ്രശസ്തമായ ഒരു സംഭവമാണ്. അൽഫി ഷഹറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഒരു രാജാവ് ഒരു കാട്ടറബിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതെല്ലാം ചോദിച്ചു കൊള്ളുക എന്ന്. അപ്പോൾ ആ കാട്ടറബി പറയുകയുണ്ടായി, എനിക്ക് 1000 ദീനാറാണ് വേണ്ടത് എന്ന്. അപ്പോൾ രാജാവ് പറഞ്ഞു, അതിനേക്കാളധികം ചോദിക്കുക എന്ന്. അപ്പോൾ ആ കാട്ടറബി അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, 1000-ത്തേക്കാൾ വലിയ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ അവരുടെ ആ സങ്കല്പത്തിൽ 1000 ഏറ്റവും വലിയ സംഖ്യ എന്നാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് 1000 എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മറ്റ രീതിയിൽ അധികമായിട്ട് എന്ന അർത്ഥത്തിലാണ് അവർ 1000 എന്നതിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ആ അർത്ഥമല്ലാതെ 1000-ത്തെ 1000 തന്നെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് ഈ ആയത്തിൽ നിന്ന് ഒരർത്ഥം ലഭിക്കുന്നുണ്ട്. 1000 മാസം എന്ന് പറയുമ്പോൾ അത് 83 വർഷവും 4 മാസവുമാണ്. അപ്പോൾ ഇത് മുജദ്ദിദീങ്ങളുടെ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാവുന്നതാണ്. അതായത് ഓരോ നൂറ്റാണ്ടിൻ്റെയും തലക്കലാണ് മുജദ്ദിദീങ്ങൾ വരുന്നത്. അപ്പോൾ ആ കാലഘട്ടം മുജദ്ദിദീങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് ബാക്കി വരുന്ന കാലഘട്ടത്തേക്കാൾ ഉത്തമമായിരിക്കും എന്നതാണ്. ഓരോ 83 വർഷം തീരുമ്പോൾ പിന്നെ അടുത്ത നൂറ്റാണ്ടിൻ്റെ തലക്കലാണ് മുജദ്ദിദീങ്ങൾ വരുന്നത്. അപ്പോൾ ഈ മുജദ്ദിദീങ്ങൾ ജീവിച്ചിരിക്കുന്ന ആ സമയം മറ്റു സമയങ്ങളേക്കാൾ മറ്റു മാസങ്ങളേക്കാൾ ഉത്തമമായ മാസങ്ങളായിരിക്കും എന്ന അർത്ഥത്തിലും നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതുകൂടാതെ പൊതുവേ നമ്മൾ എടുക്കാറുള്ള അർത്ഥം ആണ് ലൈലത്തുൽ ഖദർ റമദാൻ മാസത്തിൽ വരുന്ന ഒരു പ്രത്യേക രാത്രിയാണ് എന്നത്. ആ ഒരു അർത്ഥവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അനുധാവനത്തിലൂടെ അത്തരമൊരു അവസ്ഥ, അത്തരമൊരു ലൈലത്തുൽ ഖദർ ലഭിക്കുകയാണെങ്കിൽ ആ രാത്രി എന്ന് പറയുന്നത് അവൻ്റെ ആയുസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ആയുസ് ഏകദേശം കണക്കാക്കുമ്പോൾ 80-83 വയസ്സാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ 1000 മാസം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ ആയുസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാത്രിയായിരിക്കും ആ രാത്രി. അത്തരം ഒരു അനുഭവം, അത്തരം അവസ്ഥ അവന് ഉണ്ടായിത്തീരുകയാണെങ്കിൽ അത്തരം ഒരു രാത്രി ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിത്തീരാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതാണ്. വാഖിറു ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.